പിന്നെ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹല്ലിലെ ഷെയറായിട്ട് കൊണ്ടുള്ള ഉളിയത്തുള്ള കാര്യം, അതിനെക്കുറിച്ച് എന്താണ്? അതെങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് ഉളിയത്ത് അറക്കുന്നതിനെ കുറിച്ചും അല്ല ഒറ്റയായിട്ട് ഉളിയത്ത് അറക്കുന്നതിനെ കുറിച്ചുള്ള നേട്ടങ്ങളും ഒന്ന് ഉസ്താദ് വിശദീകരിക്കാം. ഉളഹിയത്ത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം വളരെ കുറച്ച് കാലങ്ങളായി നമ്മുടെ നാടുകളിലൊക്കെ മഹല്ലത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ ചില സംഘടനകളുടെ അടിസ്ഥാനത്തിലുമൊക്കെ സംയുക്തമായി ഉളഹിയത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ അത് ഓരോരുത്തരെ വീടുകളിൽ വെച്ച് അറക്കുന്ന സംവിധാനമായിരുന്നു നമ്മുടെ നാടുകളിലൊക്കെ ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. ഉളിഹിയത്ത് അറക്കുന്ന വ്യക്തി ഒരു പൂളായ മൃഗത്തെ അറക്കുകയും അത് തൻ്റെ അഹലുകായിൽ വെച്ച് അറക്കുകയും ചെയ്യുക എന്നതാണ് കർമ്മശാസ്ത്രപരമായി ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഏറ്റവും അഫ്ദൽ അത് തന്നെയാണ്. എന്നാൽ നമ്മുടെ മഹല്ലുകൾ നടത്തുന്ന ഈ സംവിധാനത്തിൽ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം സംയുക്തമായി നടത്തുന്നത് കൊണ്ട് പഴയ കാലഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഒരു വീട്ടിൽ അറുത്ത് കഴിഞ്ഞാൽ ആ ഒരു പരിസരത്ത് 2 മുതലാളിമാരോ 3 മുതലാളിമാരോ അറക്കും. അതിൻ്റെ പരിസരത്തുള്ള വീടുകൾക്കും അവരുടെ കുടുംബക്കാരൊക്കെ ആയ ആളുകൾക്ക് ഒരുപാട് ആവശ്യത്തിലധികം മാംസങ്ങൾ അവർക്ക് ലഭിക്കുന്ന ഒരവസ്ഥ. അതേ സമയത്തിൽ പിന്നെ ചില ഏരിയകളിൽ പാവങ്ങൾ മാത്രം താമസിക്കുന്ന ഏരിയകളിലേക്ക് പലപ്പോഴും ഇതിന് മാംസം എത്താത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന്, വീടുകളിൽ വെച്ച് അറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് മുഴുവനായിട്ട് വാങ്ങി അറക്കുന്ന ആളുകൾ മാത്രമേ ഉളിയത്ത് അറക്കാറുണ്ടായിരുന്നുള്ളൂ. ഈ സംയുക്തമായിട്ട് അറക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അത് ഏയാൾക്ക് കൂടാമെന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് പലർക്കും മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് കുറച്ചുകൂടി സാമ്പത്തികമായി വലിയ സമ്പന്നന്മാരല്ലാത്ത ഒരിടത്തരക്കാരായ ആളുകൾക്കൊക്കെ ഇതിൽ പങ്കുചേരാനുള്ള അവസരങ്ങളും ഉണ്ടായി. മറ്റൊന്ന്, ഒരാൾ ഇത് അറക്കുമ്പോൾ അവർക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു കൂട്ടാനും അത് എത്തിച്ചു കൊടുക്കാനൊക്കെ വലിയ പ്രയാസങ്ങളും സാമ്പത്തിക ചെലവുകളും റിസ്ക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഈ മഹല്ല് കമ്മിറ്റിൻ്റെ കീഴിൽ സംയുക്തമായി യുവാക്കളൊക്കെ സജീവമായി ഇറങ്ങി പ്രവർത്തിക്കുന്നത് കൊണ്ട് അതൊക്കെ വളരെ എളുപ്പമായി തന്നെ നടക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള കുറേ ഉപകാരങ്ങൾ ഈ സംയുക്തമായി നടത്തുന്നതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരാൾ സ്വന്തമായി ഇതൊക്കെ സഹിച്ചുകൊണ്ട് സ്വന്തം അഹരികാൽ വെച്ച് തന്നെ ഒരു പൂർണ്ണമായ മൃഗം അറക്കുകയാണെങ്കിൽ അഹരികാർക്ക് കൂടി അതിൻ്റെ പുണ്യം ലഭിക്കുമെന്ന അതിൻ്റെ അഫ്ദലായ രൂപം നടക്കുമെന്നതും മറ്റൊരു കാര്യമാണ്. അങ്ങനെ സാധിക്കുന്നവർ അങ്ങനെ തന്നെ ചെയ്യാം. എന്നാൽ കൂട്ടമായി ഇറക്കുന്ന സമയത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് മസാലകളുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പലപ്പോഴും ഉളിഹിയത്തിൻ്റെ പുണ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയും ഇതിലുണ്ട് എന്നത് മറ്റൊരു വിഷയം.